മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം എല്ലാവർക്കും ഈ ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വചനമായിട്ട് നാം എടുക്കുക യോഹന്നാൻ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം 20-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ഈശോ അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. ഈശോ പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉത്ഥാനം നമുക്ക് പ്രതീക്ഷ പകരുന്ന വലിയ ദിനമാണ്. ഇന്ത്യന്റെ മുഖമുദ്ര ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണെന്ന് നീയക്ഷേ പറഞ്ഞു. എന്നാൽ ടോം സ്കിന്നർ പറഞ്ഞു, ഇന്ത്യന്റെ മുഖമുദ്ര ഭിന്നതയാണ്. എന്നാൽ ഈശോ പ്രതീക്ഷയുടെ സന്ദേശവുമായിട്ട് കടന്നു വരികയാണ്. ബൗദ്ധികമായ ഒരു ചിന്ത മാത്രം പോരാ, പിന്നെയോ ആ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറണം. വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. കൽക്കട്ടയിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു ഞരക്കം കേട്ടു. ഓടയിലേക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ മരിക്കാറായി കിടക്കുകയാണ്. ഈ അമ്മ അടുത്ത് ചെന്ന് അവന്റെ ആ മകന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് മോനെ എന്ന് വിളിച്ചപ്പോൾ ആ കണ്ണു തുറന്നു, പ്രത്യാശ നിറഞ്ഞു ഒരു പുഞ്ചിരിയോടെ ആ മനുഷ്യൻ മുമ്പോട്ട് പോവുകയാണ്. വിശുദ്ധ മദർ തെരേസ പറയാണ്, എന്റെ ജീവിതം അതോടെ അന്വർത്ഥം. ഒരാൾക്ക് പ്രതീക്ഷ പകരാൻ ഈ കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് പ്രതീക്ഷ പകരുന്ന ജീവിതം നയിക്കുവാൻ ഈ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഓർമ്മയിലും ഭാവനയിലും അത് കണ്ടാൽ പോരാ, പിന്നെയോ വ്യക്തിപരമായിട്ട് ഈ ഈശോ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യേകമായും ഈ തിരുനാളിന്റെ സന്ദേശം എന്ന് ഞാൻ പറയും. സെയിന്റ് ജോൺ ഓഫ് ഗാഡ്. സ്പെയിനിൽ ധാരാളം ആശുപത്രികൾ ഉണ്ടായിരുന്നു. എന്നാൽ തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ വേദനിക്കുന്ന മനുഷ്യരെ കണ്ട് ഇവരെ പെറുക്കിയെടുത്തതിന്റെ ആശ്രമത്തിൽ ഓരോ കട്ടിലിൽ കിടത്തി. എന്നിട്ട് ആ കട്ടിലിന്റെ മുകളിൽ എഴുതി വെച്ചു, ബ്ലെസ്സഡ് സാക്രമെന്റ് നമ്പർ 1, ബ്ലെസ്സഡ് സാക്രമെന്റ് നമ്പർ 2, വിശുദ്ധ കുർബാന നമ്പർ 1, വിശുദ്ധ കുർബാന നമ്പർ 2 എന്ന് എഴുതി വെച്ചു. രാവിലെ ഈ സെന്റ് ജോൺ ഓഫ് ഗോഡും അനുയായികളും ഈ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട ജോലി ഇവരുടെ കാലുകളിൽ ചുംബിക്കുകയാണ്. മറ്റുള്ളവനില് ഈശോയെ കണ്ടെത്തുവാനുള്ള ഈ പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഉയർപ്പ് തിരുനാളും നമുക്ക് നൽകുന്നത്. എന്റെ ജീവിതത്തിൽ ഇത് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ ആശയത്തിൽ, ഭാവനയിൽ, ഓർമ്മയിൽ, സംസാരത്തിൽ ഒക്കെ മാത്രം ഈ ഉത്ഥാന തിരുനാള് കടത്തിവിടുവാനാണോ നാം ലക്ഷ്യമാക്കുക? ആണെങ്കിൽ അവിടെ തെറ്റുപറ്റി എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ പകരുവാൻ, മറ്റുള്ളവരില് ഈശോയെ കാണുവാൻ എനിക്കും കഴിയണം. അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഉത്ഥിതനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.